ശത്രുക്കളൊന്നും തീരെ ഇല്ലാത്തത് കൊണ്ടും ലോകത്തിൽ ഏറ്റവും സേഫായിട്ടുള്ള ഒരു 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 സമൂഹമായതുകൊണ്ടും തമ്മിൽ തല്ലി അങ്ങ് തീരാം അല്ലേ? അതാണ് ഇനി നല്ലത്. ഇനി ഇപ്പോൾ കാരണം ശത്രുക്കൾ തീരെയില്ല. പുറത്തു നിന്ന് ആക്രമിക്കാനോ വളഞ്ഞിട്ട് ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കാൻ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് തമ്മിൽ തല്ലി അങ്ങ് തീരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കണം, എങ്ങോട്ടാണ് ഈ പോക്ക്? എന്താണ് നിങ്ങളൊക്കെ കരുതുന്നത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങളിതൊക്കെ നടത്തുന്നത്? ഒരു മഹത്തായ ദിവസത്തിൽ, പുണ്യ റസൂലിൻ്റെ ജന്മദിനത്തിൽ, ആ പുണ്യ റസൂലിൻ്റെ മദ്ഹ് പറഞ്ഞിട്ട് മാതൃകയാകേണ്ട ഒരു ഉമ്മത്ത് തമ്മിൽ തല്ലാണ്. സ്ഥലവും സ്ഥലപ്പേരും ബാക്കിയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോലീസ് കയറി എന്നും പറഞ്ഞിട്ട് വലിയ കുലുമാല്. അത് കഴിഞ്ഞ് ഇതിൻ്റെ നേരെ തൊട്ട് ബേക്കിൽ നബിദിന ഘോഷയാത്രയുടെ സമയത്ത് റോട്ടിലിറങ്ങിയിട്ട് തമ്മിൽ തല്ലുക. ഒരു കാര്യം ആലോചിക്കേണ്ടത്, പലരും കാണുന്നുണ്ട്, പലരും കണ്ട് വിലയിരുത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു വലിയ ബഹുമാനവും ഒരു വലിയ മതിപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്ക് റോട്ടിലിറങ്ങിയിട്ട് നല്ലൊരു ദിവസം, പുണ്യദിനത്തിൽ, മുത്ത് ഹബീബിൻ്റെ ജന്മദിനത്തിൽ ഈ ചറ്റത്തരം ചെയ്യാൻ ഒരു ഉളുപ്പും തോന്നുന്നില്ല നിങ്ങൾക്കൊന്നും? ഒരു ഉളുപ്പില്ലേ? എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒരു ഭാഗത്ത് എന്താ പറയേണ്ടത്, ജീർണിച്ച് 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 അങ്ങേ അറ്റം എത്തി നിൽക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുക. മറുഭാഗത്ത് തമ്മിൽ തല്ലും. ഇനിയിപ്പോൾ വേറെ നടക്കാനൊന്നും ബാക്കിയില്ല. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഓർക്കുന്നത് എന്തറിയോ? അതാണ് റസൂൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായല്ലോ. ഏത്? ഒരു തളികയിലിരിക്കുന്ന ഭക്ഷണത്തെ പോലെ, ഒരു പാത്രത്തിലുള്ള ഭക്ഷണത്തെ പോലെ, ആ ഭക്ഷണത്തിലേക്ക് അതിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ആ ഭക്ഷണത്തിലേക്ക് കൈകൾ ഇങ്ങനെ നീളും എന്ന് പറയുന്നത് പോലെ സമൂഹം ഇങ്ങനെ ഈ ഉമ്മത്തിനെ ഇങ്ങനെ ഇട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുക. ശത്രുക്കൾ ആരൊക്കെയാണ് ശത്രുക്കൾ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ തല്ലാണ്. എന്തിനാ ഇവരൊക്കെ തമ്മിൽ തല്ലുന്നത്? ഓർത്ത് വെച്ചോ, ഇതിലും വലിയ അടി വരാനുണ്ട്. ഇതിലും വലിയ രീതിയിലുള്ള ആക്രമങ്ങൾ നേരിടാൻ പോവുകയാ. ഇതിലും വലിയ രീതിയിൽ ആക്രമിക്കപ്പെടാനും പോവുകയാ. എന്താ കരുതിയത്? ഇത്രയും വലിയ ഇസ്സത്തിൽ അവസാനം വരെ അങ്ങ് ജീവിക്കാന്ന് കരുതിയോ? പടച്ച തമ്പുരാന് അള്ളാന്റെ റസൂലിൻ്റെ വാക്കാ, മുത്ത് ഹബീബിൻ്റെ വാക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ വെറുതെ പാഴായി പോകുന്നില്ല. പറഞ്ഞതൊക്കെ അന്ന് 14 നൂറ്റാണ്ട് മുമ്പ്, അല്ലെങ്കിൽ 15 നൂറ്റാണ്ട് തന്നെ പറയാം. അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പല രീതിയിൽ. ആലോചിക്കണം. പറഞ്ഞതൊക്കെ ഇങ്ങനെ കൺമുന്നിൽ യാഥാർത്ഥ്യങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തമ്മിൽ തല്ലുക. എങ്ങോട്ടടോ? എവിടേക്കാ പോകുന്നത്? പങ്കെടുക്കാൻ കഴിയാത്തവന്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവന്, എന്തെങ്കിലും രീതിയിൽ ഭിന്നാഭിപ്രായമുള്ളവനൊക്കെ മാറി നിൽക്കുക. ഈ ഉമ്മത്തിനെ, ഈ ദീനിനെ, അതിനെങ്കിലും മനസ്സിൽ കണ്ടെങ്കിൽ മാറി നിൽക്കുകയല്ലേ വേണ്ടത്. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ പങ്കെടുക്കണ്ട. നിനക്ക് ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ നീ വിട്ടു നിൽക്ക്, നീ കൂടാതെ നിൽക്ക്. അതും ഒരു പ്രതിഷേധമാണല്ലോ. അതിനപ്പുറം റോട്ടിലിറങ്ങിയിട്ട്, ഈ പറയുന്ന റോട്ടിൽ തെരുവിലിറങ്ങിയിട്ട് തമ്മിൽ തല്ലാനൊരു ഉളുപ്പില്ലാതെ, ഇനി അറ്റ്ലീസ്റ്റ് നിനക്ക് ചോദിക്കണോ? നീ 4 ചുമരിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചോദിക്ക്. ഈ ദീനിനെയും ഉമ്മത്തിനെയും ഇങ്ങനെ അപഹാസ്യമാക്കുന്ന രീതിയിൽ, ഞാൻ ഒരാളുടെ ഭാഗമല്ല പറയുന്നുണ്ടോ, രണ്ടാളും 2 കൈ മുട്ടിയാലാണല്ലോ സൗണ്ട് ഉണ്ടാവുള്ളൂ. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്?
പുണ്യ റബീൻ്റെ ദിവസത്തിൽ ഇങ്ങനെ തെരുവിലിറങ്ങി തമ്മിൽ തല്ലാനുണ്ടായ കാരണം എന്താ? ഒരു ജെന്യൂൻ റീസൺ പറയാൻ കഴിയുമോ? ഇതിപ്പോൾ ഭക്ഷണപാത്രത്തിലേക്ക് അതിൻ്റെ ദിക്കുകളിൽ നിന്ന് കൈകൾ വരുമെന്ന് പറഞ്ഞതിനേക്കാൾ ഭക്ഷണപാത്രത്തിന് തളികയുടെ ഉള്ളിൽ നിന്ന് തന്നെ കൊരവള്ളി പിടിക്കുന്ന അവസ്ഥയല്ലുള്ളത്. എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇപ്പോൾ നമ്മൾ പള്ളിയിലെ പോലീസ് പൂട്ടിട്ട് കയറിയതിനെക്കുറിച്ച് പറഞ്ഞു. ആ പള്ളിയിൽ പോലീസ് പൂട്ടിട്ട് കയറാനുണ്ടായ കാരണം എന്താ? അതും കൂടി ആലോചിക്കണമല്ലോ. പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലേക്ക് വരണമല്ലോ. ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ഇവറ്റകളെ, ഈ ദീനിനെ അങ്ങ് പണ്ടാറടക്കാൻ വേണ്ടി ഒരു കൂട്ടം അല്ല, ഒരു വലിയ കൂട്ടം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഉള്ളിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്താനുള്ള ആളുകളോ? എങ്ങോട്ടാടോ? എന്ത് കണ്ടിട്ടാ? ആരെ കണ്ടിട്ടാ? എന്താ നിൻ്റെയൊക്കെ വിചാരം? എന്ത് കണ്ടിട്ടാണ് ഈ ഇറങ്ങി പുറപ്പെടുന്നത്? ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്ത് കണ്ടിട്ടാ? എന്താ നീയൊക്കെ സുരക്ഷിതനാണ്, ഞാനൊക്കെ വലിയ എല്ലാം തികഞ്ഞവനാണെന്നാണോ കരുതുന്നത്? പരിതാപകരം എന്നല്ലാതെ വേറെന്ത് പറയാനാ? പരിതാപകരം അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത്രമാത്രം അതപ്പതിച്ച ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ഇവൻ ഞാനും എന്നെ കൂടിയാ പറയുന്നത്. ആരും മാറ്റി നിർത്താനൊന്നുമില്ല. ദീൻ എന്താണെന്നോ, ദീനിൻ്റെ നിയമങ്ങൾ എന്താണെന്നോ, വിധി വിലക്കുകൾ എന്താണെന്നോ ഒന്നും ഒരു വിഷയമല്ല. ഒന്നൊരു വിഷയമല്ല. പല രീതിയിൽ പല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തമ്മിൽ തല്ലുണ്ടാക്കുന്നത് എന്ന് ആശയപരമായിട്ടുള്ള പ്രതിവാദങ്ങളോ വാദപ്രതിവാദങ്ങളൊക്കെ അവിടെ നിൽക്കാം. നമുക്കത് ആശയമായിട്ട് നാവ് കൊണ്ട് പറയുന്നതാണെന്ന് കരുതാം. തെരുവിലിറങ്ങിയിട്ട് തമ്മിൽ തല്ലിയിട്ട് അത് വീഡിയോ ചിത്രീകരിച്ച് അത് ഇങ്ങനെ എത്തിച്ച് അത് ബാക്കിയുള്ളവർ കണ്ട് എന്തിനാ ഈ ഉമ്മത്തിനെ ഇങ്ങനെ മാനം കെടുത്ത് ഞാൻ പറയരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ അടുത്ത ദിവസങ്ങളിലാണ്, തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഒന്ന് പള്ളിക്കകത്ത് ഒന്ന് തെരുവിൽ ഈ ഉമ്മത്ത് തമ്മിലടിക്കുന്നത് കാണുന്നത്. എങ്ങനെയാ പറയാതിരിക്കുന്നത്? ഇത് പറയാതെ പോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്ക്. ഇതെങ്ങനെയാ പറയാതെ പോകുന്നത്? ഞാൻ ആലോചിക്കുന്നത് നമ്മളൊരു രണ്ട് വ്യക്തികൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് പുറത്ത് അടി കൂടുന്നത് പോലെയല്ലല്ലോ ഈ പ്രശ്നം എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ ഈ കരുതുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? ഒരു ജെന്യൂൻ റീസൺ പറഞ്ഞു തരാൻ പറ്റുമോ? ആലോചിക്കുക. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടതാ, വല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ. കമൻറ്റുകളോ പോസ്റ്റുകളോ അഭിപ്രായങ്ങളോ എന്തോ അങ്ങനെ കുറേ പല രീതിയിൽ പല ആളുകളുടേതായിട്ട്. അത് കണ്ടപ്പോൾ അതിനേക്കാൾ വലിയ പുച്ഛ തോന്നുന്നേ, വേദന ഒന്നല്ല തോന്നുന്നത്, പുച്ഛ തോന്നുന്നേ. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതൊരു വേറെ തരം. എന്താണെങ്കിലും ഇതൊക്കെ നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ, നിങ്ങളും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റാണ്. അപ്പം നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇത്തരത്തിൽ ആരെങ്കിലും ഇത്തരം പ്രവർത്തികൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അത്രേ പറയുന്നുള്ളൂ. എന്താണെങ്കിലും ഇത് തീരാനായിട്ടുണ്ട്. ആ ഉണ്ടായിരുന്ന ഹുർമത്തും ആ ഇസ്സത്തും ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തമ്മിലടിച്ച് തീരാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ഈ ഉമ്മത്ത് എന്നുള്ളത് ഈ കാഴ്ചകൾ പറയുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നുണ്ട്, വല്ലാത്ത സങ്കടവും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്.